നിനക്കെന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞു? ഡാ മീനു, നിനക്ക് ചായ കുടിക്കാൻ പോകണം രാത്രി ഒറ്റപ്പോയി പിടിക്കണം. അല്ലെങ്കിൽ നിന്റെ റൂംമേറ്റ് സ്വാതിയില്ലേ, അവളെ കൂട്ടി പോകണം. അല്ലാണ്ട് തൊട്ടതിനും പിടിച്ചാൽ അവനെ വിളിക്കല്ലേ വേണ്ട, മനസ്സിലായോ? ഞങ്ങളാരും അറിയാതെ ഒന്നുമില്ലല്ലോ പോകുന്നത്. എന്നോട് പറഞ്ഞിട്ടല്ലേ പോകുന്നേ? കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആകെ. ശരിയാ അങ്ങനെയല്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ആപ്പാടെ ടൈം കിട്ടുമെങ്കിൽ പണ്ടാരം ജോലി കഴിഞ്ഞ് രാത്രിയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ജോലിക്കിടക്കായിരിക്കും. ഒന്നും മനസ്സിലാകും. നിന്റെ പോസിറ്റീവ്നെസ്സിന് വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണം നോക്കാൻ പറ്റില്ല. ഒന്നും ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഇതൊന്നും ടൈമല്ലേ ബി? പിന്നെ ഫണ്ടിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ എനിക്ക് അവനേ ഉള്ളൂ. നിന്റെ എന്തെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ ചായയുടെ ജ്യൂസിൻ്റെ കാശിന് കൂടെ നിന്റെ ഉണ്ടോ? അവസ്ഥയാണ് ബ്രോ അത്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവർക്ക് അത് അത്ര എളുപ്പമായിരിക്കും ആ വക കാര്യങ്ങൾ നമ്മളടുത്ത് പറയാനും, നമ്മളടുത്ത് അങ്ങനത്തെ രീതിയിൽ സിമ്പിൾ ആയിട്ട് നിൽക്കാനും. പക്ഷെ നമുക്കത്ര അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അവർ ഈ കാര്യങ്ങൾ നമ്മളടുത്ത് കൺവേ ചെയ്യുമ്പോൾ. പിന്നെ എന്താ പറയണ്ടേ ഇതില്, എങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഒരു മിഡിൽ മാനെ അല്ലെങ്കിൽ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അവരും നിങ്ങളും, അത് മാത്രം മതി. അതിന്റെ ഇടയിൽ വേറെ ഒരു മൂന്നാമൻ കയറേണ്ട ഒരു കാര്യവുമില്ല. എക്സിസ്റ്റ് ചെയ്താൽ തന്നെ ആ റിലേഷൻഷിപ്പ് പോയി. അതാണ് സത്യാവസ്ഥ.